CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ താലൂക്ക് തല അദാലത്തിൽ ലഭിച്ചത് 791 പരാതികൾ. പരാതിക്കാരെ നേരിട്ട് കണ്ട് 152 പരാതികൾ മന്ത്രിമാർ തീർപ്പാക്കി. അങ്ങാടിപ്പുറം കല്യാണി കല്യാണ മണ്ഡപത്തിൽ നടന്ന അദാലത്തിൽ MLA-മാരായ നജീബ് കാന്തപുരം, മഞ്ഞളാംകുഴി അലി എന്നിവരും പങ്കെടുത്തു. തച്ചനാട്ടുകര പഞ്ചായത്തിലെ ചോളോട് ഭാഗത്തെ ക്രഷർ ക്വാറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ശനിയാഴ്ച രാവിലെ പ്രതിഷേധക്കാർ ക്വാറിക്ക് മുന്നിലെത്തി വാഹനം തടഞ്ഞു. ക്വാറിയുടെ പ്രവർത്തനം മൂലം തകർന്നു കിടക്കുന്ന പോത്തുണ്ണിപ്പാറ ചോളോട് റോഡ് ഉടൻ നന്നാക്കണമെന്നാണ് ആവശ്യം. പാർട്ടി നടപടി നേരിട്ട PK ശശിയെ 2 പദവികളിൽ നിന്നുകൂടി നീക്കി. CITU ജില്ലാ പ്രസിഡന്റ്, ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിൽ നിന്നാണ് നീക്കിയത്. KTDC ചെയർമാൻ സ്ഥാനം സർക്കാർ തീരുമാനിക്കും. പെരിന്തൽമണ്ണ താലൂക്ക് തല അദാലത്തിൽ ലഭിച്ചത് 791 പരാതികൾ. പരാതിക്കാരെ നേരിട്ട് കേട്ട് 152 പരാതികൾ മന്ത്രിമാർ തീർപ്പാക്കി. അങ്ങാടിപ്പുറം കല്യാണി കല്യാണ മണ്ഡപത്തിൽ നടന്ന അദാലത്തിൽ MLA-മാരായ നജീബ് കാന്തപുരം, മഞ്ഞളാംകുഴി അലി എന്നിവരും പങ്കെടുത്തു. മന്ത്രിമാരായ V. അബ്ദുറഹ്മാൻ, PA മുഹമ്മദ് റിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറത്തു നടന്ന പെരിന്തൽമണ്ണ താലൂക്ക് തല അദാലത്തിൽ ആകെ ലഭിച്ചത് 470 പരാതികളാണ്. നേരത്തെ ഓൺലൈനായും താലൂക്ക് ഓഫീസ്, അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ലഭിച്ച 307 പരാതികളും പുതുതായി ലഭിച്ച 163 പരാതികളുമാണ് അദാലത്തിന്റെ ഭാഗമായി വന്നത്. പരാതിക്കാരെ നേരിട്ട് കേട്ടാണ് 152 പരാതികൾ മന്ത്രിമാർ തീർപ്പാക്കിയത്. 29 കുടുംബങ്ങളുടെ APL റേഷൻ കാർഡുകൾ BPL ആക്കി മാറ്റി. തീർപ്പാക്കാത്ത പരാതികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ ഉദ്യോഗസ്ഥതലത്തിൽ പരിശോധിച്ച തീരുമാനമെടുത്ത് പരാതിക്കാരെ അറിയിക്കാൻ മന്ത്രിമാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അങ്ങാടിപ്പുറം കല്യാണ മണ്ഡപത്തിൽ നടന്ന അദാലത്തിൽ MLA-മാരായ നജീബ് കാന്തപുരം, മഞ്ഞളാംകുഴി അലി, പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ P. ഷാജി, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ കളക്ടർ VR വിനോദ്, സബ് കളക്ടർ അപൂർവ ത്രിപാഠി എന്നിവരും പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. തച്ചനാട്ടുകര പഞ്ചായത്തിലെ ചോളോട് ഭാഗത്തെ ക്രഷർ ക്വാറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ശനിയാഴ്ച രാവിലെ പ്രതിഷേധക്കാർ ക്വാറിക്ക് മുന്നിലെത്തി വാഹനം തടഞ്ഞു. ക്വാറിയുടെ പ്രവർത്തനം മൂലം തകർന്നു കിടക്കുന്ന പോത്തുണ്ണിപ്പാറ ചോളോട് റോഡ് ഉടൻ നന്നാക്കണമെന്ന് ആവശ്യം. പരിഹാരം ഞങ്ങൾക്ക് വേണ്ട. മുന്നൂറിലധികം പേർ താമസിക്കുന്ന ചോളോട് ഭാഗത്തെ റോഡാണ്. 100 കണക്കിന് കോറിവണ്ടികൾ രാപ്പകൽ ഭേദമെന്നെ പായുന്നതുകൊണ്ട് തകർന്ന തരിപ്പണമായി കിടക്കുന്നത്. റോഡ് തകർന്നതോടെ പൊടിപടലങ്ങൾ അതിരൂക്ഷമായതിനാൽ വീട്ടുകാരും യാത്രക്കാരും പ്രയാസപ്പെട്ടിരിക്കുകയാണ്. സ്കൂൾ ബസ്സുകളും മറ്റു വാഹനങ്ങളും പോകുന്ന സമയത്ത് പോലും ലോറികൾ യഥേഷ്ടം ചീറിപ്പായുന്നതായി നാട്ടുകാർ ആരോപിച്ചു. അതിൽ റോഡ് ഇപ്പോൾ ഈ വണ്ടി പോകൽ തുറച്ചതിന് ശേഷം പൊടി പാറിയിട്ട് എല്ലാ വീട്ടിലും മക്കൾക്ക് ബുദ്ധിമുട്ട്, ശ്വാസം മുട്ടൽ, ഇത്തരത്തിലിടങ്ങേറ്. പിന്നെ ഈ റോട്ടിൽ കൂടെ വേണം ഞങ്ങൾക്ക് പ്രസവ കേസ് മുതൽ എല്ലാ റേഷൻ പീടി, പോസ്റ്റ് ഓഫീസ് മുഴുവനും ഈ ചോളോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണം. ഞങ്ങൾക്ക് അങ്ങോട്ട് റോഡില്ല. ഇയാളോട് 2-3 വട്ടം മധ്യസ്ഥയിൽ നാട്ടുകാർ സ്റ്റേഷനിൽ വെച്ചിട്ട് പറഞ്ഞ്, അല്ലാണ്ട് ഇയാളോടൊരു പ്രതികാരം ഇത് കൂട്ടണമെന്ന ഉദ്ദേശത്തിലല്ല ഞങ്ങൾക്ക് ഈ റോഡ് ക്ലിയറായി കിട്ടണം. മിനിഞ്ഞാന്ന് 5 മണിക്ക് എൻ്റെ വണ്ടി പെരിന്തൽമണ്ണക്ക് ഒരു ദിവസം 2 വട്ടം പോയി വരുന്ന കട എനിക്ക് അവിടെ. ഈ ഒരു വണ്ടി സൈഡ് തരാത്തതുകൊണ്ട് ഞാൻ സൈഡ് എടുക്കാൻ പോയി, കല്ലിന് മുട്ടിപ്പൊളിഞ്ഞു. 3300 എൻ്റെ വണ്ടിക്ക് ചിലവാ മിനിഞ്ഞാന്ന്. 2 വട്ടം എനിക്ക് പോകണം. 15 കൊല്ലമായി ഞാൻ ആദ്യം പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇയാളോട് അത്തരത്തിൽ പറഞ്ഞാലും ഒരു 70-80 വണ്ടി ഉച്ചയാകുമ്പോഴേക്കും ഇവിടെ വന്നു പോകുകയാണ്. ഒരു വണ്ടി സൈഡ് തരൂല. ജനങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. ബസ്സുകളുടെ മുകളിലേക്ക് കരിങ്കൽ ചീലുകൾ തെറിക്കുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇതു സംബന്ധിച്ച് നാട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ ജനപ്രതിനിധികൾ മുഖേന മധ്യസ്ഥത വെച്ചതായും എന്നാലും പ്രശ്നപരിഹാരം കാണാത്തതുകൊണ്ടാണ് നാട്ടുകാർ ഒത്തുകൂടിയതെന്നും ഇവർ പറയുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടുന്ന ചോളോട് പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധിച്ചത്. മാത്രമല്ല, കോറിക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെ ഫോൺ വഴി ഭീഷണിയും നടക്കുന്നതായി പ്രതിഷേധക്കാർ പറഞ്ഞു. അപ്പൊ എന്താ വെച്ചാൽ കുട്ടികൾ വരെ പൊടി തിന്നിട്ട് ആകെ പ്രശ്നമാണ്. എല്ലാവർക്കും അലർജി എന്ന് പറഞ്ഞാൽ ഒരു ഇതുള്ള എല്ലാ കുട്ടികൾക്കും അലർജിയാണ് സ്കൂളിൽ. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരുപാട് സ്കൂൾ ബസ്സുകൾ വരുന്ന റോഡാണിത്. ഞങ്ങൾ ഈ നാട്ടിൽ എല്ലാവർക്കും
എല്ലാ കുട്ടികൾക്കും പോകാനുള്ള സ്കൂൾ ബസ്സുകൾ വരുന്ന റോഡാണിത്. കുണ്ടുകുന്ന് ബസ്സിന്റെ മേലെ മറ്റേ കല്ല് വീണു, INIC ബസ്സിന്റെ മേലെ കല്ല് വീണു. ഇതൊക്കെ വളരെ പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവരോട് പറഞ്ഞാൽ ഇവർ അനുസരിക്കുന്നില്ല. എത്ര തന്നെ പറഞ്ഞാലും ഇവർ അനുസരിക്കുന്നില്ല. ഇതൊന്ന് നന്നാക്കി തരാൻ പറഞ്ഞാൽ അവർ നാളെ മറ്റന്നാന്ന് പറയാനല്ലാണ്ട് അനുസരിക്കുന്നില്ല. പിന്നെ ഭീഷണി, വണ്ടി കയറ്റി കൊല്ലും, നിങ്ങളെ വണ്ടി തട്ടിക്കും. ഇപ്പോൾ ഓരോ വണ്ടികൾ ഇവിടെ ഇപ്പോൾ പലരും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അവർ ഫോണിലൂടെ. അത് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഞങ്ങൾ കുടുംബ നഷ്ടമാക്കാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയാണ്. അതുപോലെ തന്നെ ഇവരെ കോറി വേസ്റ്റ് ഉണ്ട്, ക്രഷറിന്റെ വേസ്റ്റ്, ഇത് നേരെ പോകുന്ന ഇവിടെ ഒരു തോട്ടിയാലേക്കാണ്. ആ തോട്ടിയാൽ ഇവിടെ പലരും കൃഷിക്കായിട്ടും അതേപോലെ നമ്മളെ കുടിക്കാനായിട്ട് കുളിക്കാനായിട്ട് അതേപോലെ മറ്റേ മൃഗങ്ങൾ അവർക്കൊക്കെയുള്ള വെള്ളമാണ്, നമ്മളെ കന്നുകാലികൾക്കൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണ്. ഈ വെള്ളത്തിൽ ഇപ്പോൾ പാറയുടെ അംശം കൂടുതലാണ്, പാറപ്പൊടിയുടെ. അത് കാരണം ഒന്നിനും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കോറിക്ക് താഴെയുള്ള പാറകപ്പാടം ഭാഗത്തുള്ള കർഷകരും ദുരിതത്തിലാണ്. പാറയുടെ പൊടിയും മറ്റു ചീളുകളും തോട്ടിലും കൃഷിസ്ഥലത്തും എത്തി കർഷകർ ദുരിതത്തിലായിട്ടുണ്ട്. കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായത് ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചെങ്കിലും യാതൊരു ഫലവും കണ്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. റോഡ് നന്നാക്കാനുള്ള നടപടികൾ എടുത്തില്ലെങ്കിൽ വാഹനം കടത്തിവിടില്ലെന്ന നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് നാട്ടുകൽ പോലീസ് സ്ഥലത്തെത്തി. കോറിയുടമ സ്ഥലത്തെത്തണമെന്നും അടിയന്തരമായി പരിഹാരം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. തുടർന്നാണ് കോറിയുടമ, പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം അടക്കമുള്ളവർ സ്ഥലത്തെത്തി സമരക്കാരുമായി സംസാരിച്ച് പ്രശ്നം അവസാനിപ്പിച്ചത്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക്, ഭരണാധികാരി എന്നുള്ള നിലക്ക് എനിക്കും പറയാനുള്ളത്, അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിനുള്ളൊരു പരിഹാരം അവരുടെ ഭാഗത്താണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ഇതേ സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ തള്ളച്ചിറയിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇത് നേരാകെ വേണ്ടത്. നിങ്ങളത് പറയാനുള്ള വിഷയം എന്താണെന്ന് അറിയാതെ നിങ്ങൾ പറയുന്ന അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. അപ്പൊ സ്ഥിരമായിട്ട് ഇവിടെ വെള്ളം പൊടിയുടെ ശല്യത്തിനെ കുറിച്ച് അടുത്ത ദിവസം തന്നെ റോഡ് നന്നാക്കാനുള്ള നടപടികൾ എടുക്കാമെന്നാണ് സമരക്കാർക്ക് ഉറപ്പു നൽകിയത്. ഉറപ്പ് നടപ്പായില്ലെങ്കിൽ സമരവുമായി വീണ്ടും രംഗത്തു വരുമെന്ന് പൗരസമിതി അംഗം സലാം പറഞ്ഞു. അടുത്ത വ്യാഴാഴ്ച 26/12/2024 തന്നെ റോഡ് പണി തുടങ്ങുമെന്ന് അവർ ഉറപ്പ് നൽകി ഇവിടെ എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ ടൈമിൽ വാഹനങ്ങൾ രാവിലെ 8:30 മുതൽ 10 മണി വരെയുള്ള സമയത്ത് കോറിയിലെ വാഹനങ്ങൾ സ്കൂൾ ബസ്സുകൾക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിൽ പുറപ്പെടാൻ പാടില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്തും. അതുപോലെ മറ്റൊരു കാര്യം, ഭാരപരിധി ലംഘിച്ചിട്ടാണ് കോറിയിലേക്ക് വരുന്ന പല വാഹനങ്ങളും ലോഡുമായി പോകുന്നത്. ഭാരപരിധി കൃത്യമായി നിയമപ്രകാരമുള്ളത് പാലിക്കണം എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ റോഡ് രാവിലെയും വൈകുന്നേരമല്ല നനക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ് പണി പൊളിഞ്ഞ ഭാഗം മുഴുവനായിട്ട് പെട്ടെന്ന് കേടുവരാത്ത രീതിയിൽ സ്ട്രോങ്ങായ നിലക്ക്, പാച്ച് വർക്കല്ല, സ്ട്രോങ്ങായ രീതിയിൽ തന്നെ പണിയെടുക്കാമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ നാട്ടുകാരുടെ ഒരു പരാതിയാണ്, കർഷകരുടെയൊക്കെ പരാതിയാണ്, ഈ കോറിയിൽ നിന്നുള്ള വേസ്റ്റ് തോട്ടിലേക്ക് പോയി ആളുകളുടെ കുടിവെള്ളവും അതുപോലെ തന്നെ ജലസേചനമൊക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്ന പരാതിയുണ്ട്. അതിനും പരിഹാരം ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചിട്ടാണ് പിരിഞ്ഞിട്ടുള്ളത്. ഇത് കൃത്യമായി പാലിക്കാമെന്ന് വാഗ്ദാനം തന്നിട്ടുണ്ട്. വാഗ്ദാനം ലംഘിച്ചു കഴിഞ്ഞാൽ ഇനി ശക്തമായ സമരവുമായി നാട്ടുകാർ രംഗത്തുണ്ടാകും എന്ന് എല്ലാവരെയും അറിയിക്കണം. CCN ചത്തല്ലൂർ. പാർട്ടി നടപടി നേരിട്ട PK ശശിയെ 2 പദവികളിൽ നിന്ന് കൂടി നീക്കി. CITU ജില്ലാ പ്രസിഡന്റ്, ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിൽ നിന്നാണ് നീക്കിയത്. KTDC ചെയർമാൻ സ്ഥാനം സർക്കാർ തീരുമാനിക്കും. CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം PN മോഹനൻ CITU ജില്ലാ പ്രസിഡന്റും TM ശശി ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റുമാകും. ഇനി PK ശശി വഹിക്കുന്ന ഏകസ്ഥാനമായ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യം സർക്കാർ തീരുമാനിക്കട്ടെയെന്നും പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. ശശി KTDC ചെയർമാൻ പദവും CITU ജില്ലാ അധ്യക്ഷ പദവും ഒഴിയണമെന്ന ആവശ്യം പാലക്കാട് നേതൃത്വം നേരത്തെ തന്നെ ശക്തമാക്കിയിരുന്നു. CCN മണ്ണാർക്കാട്. 52ാമത് ഖാദർ അലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് പെരിന്തൽമണ്ണ നെഹ്റു ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ വർണ്ണാഭമായ തുടക്കം. SFA സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ പതാക ഉയർത്തിയതോടെയാണ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മേള തുടങ്ങിയത്.
ടൂർണമെന്റ് കമ്മിറ്റിയുടെ ഫ്ലാഗ് ഓഫ് ഉയർത്തുന്നതിന് വേണ്ടി SFA സംസ്ഥാന ജനറൽ സെക്രട്ടറി മങ്കട MLA മഞ്ഞളാംകുഴിയാലി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലയുടെ ഫുട്ബോൾ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും സംശയമില്ലാതെ പറയും അത് പെരിന്തൽമണ്ണ തന്നെയാണ്. കഴിഞ്ഞ 10-52 വർഷമായി ഖാദർ അലി സ്പോർട്സ് ക്ലബിന്റെ വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 മിനിറ്റ് മാത്രം അധികം പ്രസംഗിക്കുന്നില്ല. നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഈ ഖാദർ അലി ഫുട്ബോൾ ഇവിടെ ആരംഭിച്ച ആ കാലഘട്ടം തൊട്ട് ഓരോരോ വർഷം ചെല്ലുന്നവരും അത് വളരെ ഗംഭീരമായിട്ട് ഉയർന്നു വരികയാണ്. നാട്ടുകാരെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് അതിന് സഹകരിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. നഗരസഭാ അധ്യക്ഷൻ P. മുഹമ്മദ് ഷാജി ചടങ്ങിൽ അധ്യക്ഷനായി. ക്ലബ്ബ് ജനറൽ കൺവീനർ പച്ചേരി ഫാറൂഖ് സ്വാഗതം പറഞ്ഞു. മലപ്പുറം ADM മെഹ്റലി, മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പി, SFA സംസ്ഥാന സെക്രട്ടറി സൂപ്പർ അഷ്റഫ്, ഖാദർ അലി ക്ലബ്ബ് ഭാരവാഹികളായ പ്രസിഡന്റ് ചട്ടിപ്പാറ മുഹമ്മദ് അലി, ട്രഷറർ മണ്ണീൽ ഹസൻ, ടീം മാനേജേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് MM ഹബീബുള്ള, ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, നിലാർ മുഹമ്മദ്, U അബ്ദുൽ കരീം, A നസീറ, B രതീഷ്, H മുഹമ്മദ് ഖാൻ തുടങ്ങിയവരും രാഷ്ട്രീയ പ്രമുഖരും സ്പോർട്സ് പ്രേമികളും ചടങ്ങിൽ പങ്കെടുത്തു. അണിഞ്ഞിരിക്കുന്ന കളിക്കാരുമായി പരിചയപ്പെടുക. ഇനി സ്റ്റേഡിയത്തിൽ പച്ചയും കറുപ്പും കലർന്ന ജേഴ്സികൾ K4 കട്ടൻ KDS കിടിശ്ശേരിക്ക് വേണ്ടി ജേഴ്സി അണിഞ്ഞ് ഗോൾ കീപ്പർ ഷെഹിൻ ചാൻ ജേഴ്സി നമ്പർ 1, സ്റ്റോപ്പർ ബാക്ക് ഇസ്മായിൽ ജേഴ്സി നമ്പർ 2, മൾട്ടിംഗ് ബാക്ക് ദിൽഷാദ് ജേഴ്സി നമ്പർ 4. 24 പ്രമുഖ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ടൂർണമെന്റിൽ നിന്നും ലഭിക്കുന്ന മുഴുവൻ ലാഭവിഹിതവും ഫുട്ബോളിനും സ്പോർട്സിനും ആരോഗ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി വിനിയോഗിക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. ഈ വർഷമാണെങ്കിൽ 7 ഫുട്ബോളിൽ 40-ന് മുകളിലുള്ള ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. മലപ്പുറം ജില്ലയിൽ തന്നെ മങ്കട ടൂർണമെൻറ്റ് വൻ വിജയമായി. ഇപ്പോൾ കാടപ്പടി ടൂർണമെൻറ്റും ഒപ്പം തന്നെ പെരിന്തൽമണ്ണ ടൂർണമെൻറ്റും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൂർണമെൻറ്റുകൾ ഏറ്റവും കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നടത്തുന്ന ഒരു സ്ഥിതിവിശേഷവും ഈ വർഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞങ്ങൾ കളിക്കാരുടെ സംരക്ഷണം, കാണികളുടെ സംരക്ഷണം, ഒപ്പം തന്നെ സംഘാടകരുടെ സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഏതാണ്ട് 1 കോടി രൂപയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്ലെയേഴ്സ് ഏതെങ്കിലും രീതിയിൽ മരണമടഞ്ഞാൽ 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ 7 ഫുട്ബോളിന് പ്രത്യേക ഒരു മാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നന്നായി ശ്രമിച്ചിട്ടുണ്ട്. CCN പെരിന്തൽമണ്ണ. ചെർപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് ലൈബ്രറി ക്രിസ്തുമസ് സൗഹൃദ സംഗമം നടത്തി. ചെർപ്പുളശ്ശേരി സെന്റ് മേരീസ് ചർച്ച് വികാർ ഫാദർ നിതിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നന്മ ചെയർമാൻ അഡ്വക്കേറ്റ് PV ഷഹീൻ പരിപാടിയിൽ അധ്യക്ഷനായി. ഒരു ഉമ്മ പെറ്റ മക്കളാണ്, ഒരു മുത്തുമാലയിൽ കോർത്ത മണികളെ പോലെ അത്രയും രമ്യതയിൽ ഒത്തൊരുമയോടെ ജീവിക്കേണ്ടവരാണെന്ന ബോധ്യം, പരസ്പരം സഹകരിച്ച് താങ്ങും തണലുമായി ഈ ഭൂമിയിൽ നിലകൊള്ളേണ്ടവരാണെന്ന ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് നന്മ എന്നൊരു സ്ഥാപനത്തെക്കുറിച്ച് 10 വർഷം മുമ്പ് നമ്മൾ ചിലർ ചിന്തിക്കാനിടയായതും അത് ഇത്രത്തോളം വളരാൻ സാഹചര്യമുണ്ടായിരുന്നു. ചെർപ്പുളശ്ശേരി സെന്റ് മേരീസ് ചർച്ച് വികാർ ഫാദർ നിതിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്ത് ക്രിസ്മസ് സന്ദേശം കൈമാറി. ഈ ഒരു ക്രിസ്മസ്, ഈ വർഷത്തെ ക്രിസ്മസ് അല്ലെങ്കിൽ ആഘോഷങ്ങൾ നൽകുമ്പോൾ ഞാൻ അതിന്റെ സന്ദേശമായി ഏറ്റവും ആദ്യമേ തന്നെ പറയുന്നത്, നമ്മുടെ ഈ ഉള്ളിന്റെ ഉള്ളിൽ പുത്തൻ ഉണർവുകളിലൂടെയും പുത്തൻ ആശയങ്ങളിലൂടെയും
നമ്മൾ മുമ്പോട്ട് വരുമ്പോഴാണ് ഓരോ വർഷത്തെയും നമ്മുടെ ഏത് തന്നെ പെരുന്നാളായിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പെരുന്നാളുകളായിക്കോട്ടെ, ഓണാഘോഷങ്ങളായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും ഓരോ വർഷവും നമ്മുടെ ഉള്ളിൽ പുത്തൻ ആശയങ്ങളെ വളർത്തിയെടുക്കുവാനായിട്ട് നമ്മൾ സാധിക്കണം. ജനുവരി 1-ാം തീയതി മുതൽ നമ്മൾ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും കഴിഞ്ഞതിനെയൊക്കെ മാറ്റിവെച്ചുള്ളവരിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പ്രകാരമാണ്, പഴയ മനുഷ്യനെ ഒഴിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുക എന്നാണ്. പുതിയ വസ്ത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ പഴയതിനെ മാറ്റി വെച്ചുകൊണ്ട് പുതിയ ആശയങ്ങൾ, പുത്തൻ ഉണർവുകളിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ഞാനൊരു കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ നന്മ സാംസ്കാരിക കേന്ദ്രം ഇനിയും വരും വർഷങ്ങളിൽ, ഭാവി വർഷങ്ങളിലൊക്കെ കൂടുതൽ പുതിയ പുത്തൻ ഉണർവുകളിലേക്ക്, പുത്തൻ ആശയങ്ങളിലേക്ക് ഇവിടെ കടക്കുമെന്ന് ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഓരോ ആശയങ്ങളുമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവരെ ഒരു യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുന്നത്. നമ്മളൊക്കെ എല്ലാ മതങ്ങളിലും അവരവരുടെ തിരുനാളുകൾ അല്ലെങ്കിൽ പെരുന്നാളുകൾ അവരുടേതായ മതത്തിൻ്റെതായ ആഘോഷങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ജോയ് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. നന്മ വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ സ്വാഗതവും സെക്രട്ടറി AK രാജഗോപാൽ നന്ദിയും പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. തിരുവിഴാംകുന്ന് CPIUP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. മാലാഖമാരായും കരോൾ സംഘമായും സാന്താക്ലോസിനൊപ്പം വിദ്യാർത്ഥികൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. വർണ്ണപ്പകിട്ടോടെ കുട്ടികൾ ക്ലാസ് അലങ്കരിച്ചും പുൽക്കൂടൊരുക്കിയുമാണ് കുട്ടികൾ ആഘോഷം ഗംഭീരമാക്കിയത്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പ്രധാന അധ്യാപകൻ ശ്രീവത്സൻ നിർവഹിച്ചു. സീനിയർ അധ്യാപിക രജനി അധ്യക്ഷത വഹിച്ചു. ക്രിസ്മസ് പാപ്പയും പാട്ടും മിഠായിയൊക്കെയുമായി കരോൾ സംഘം എത്തിയപ്പോൾ കുട്ടികൾ അവരുടെ ക്ലാസുകൾ മനോഹരമായി അലങ്കരിച്ച് അവരെ സ്വീകരിച്ചു. വിദ്യാലയത്തിലെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ഗ്രീറ്റിംഗ്സ് കാർഡ് നിർമ്മാണം, അലങ്കാര വസ്തുക്കളുടെ നിർമ്മാണം എന്നിവയും നടന്നു. ആഘോഷങ്ങളുടെ സമാപനമായി കുട്ടികൾക്ക് പായസം വിതരണം ചെയ്തു. CCN ചത്തല്ലൂർ. നെല്ലായ പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടത്തി. UDF ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. കണക്കെടുത്ത് നോക്കിയാൽ ചുരുങ്ങിയ ബൂത്തിൽ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലീഡ് ചെയ്തു. ബാക്കി സിംഹൾ ബൂത്തുകളിലും ലീഡ് ചെയ്തത് ഐക്യജനാധിപത്യ മുന്നണി. ആ തിരഞ്ഞെടുപ്പിൽ 18 വയസ്സ് പൂർത്തിയായവരുടെ അഭിപ്രായം ഇനി ഒരവസരം കൂടെ കിട്ടുന്നുണ്ട്. UDF പഞ്ചായത്ത് ചെയർമാൻ മേലാടയിൽ വാപ്പുട്ടി അധ്യക്ഷനായി. മൂസ പേങ്ങാട്രി സ്വാഗതം പറഞ്ഞു. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് PP അൻവർ സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി. K രാജീവ്, ഹംസത്ത് മാടാല, ഷബീർ നീരാണി, KMK ബാബു, VK ദിവാകരൻ, MTA നാസർ എന്നിവർ സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന ഇന്ത്യന്നൂർ ഗോപിയെ അനുസ്മരിച്ച് നാട്ടുവിചാരം 2024 പരിപാടി ഞായറാഴ്ച സംഘടിപ്പിക്കും. അടയ്ക്കാപുത്തൂർ ശബരി PTB ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ഗോപി മാസ്റ്റർ സ്മാരക സഭാ മന്ദിരത്തിലാണ് അനുസ്മരണം. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആശങ്കകളുണ്ടോ, അവർക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെക്കാനുണ്ടോ, ഇതൊക്കെ നമുക്ക് സ്വരൂപിക്കുക എന്നൊരു ലക്ഷ്യം കൂടി നമ്മുടെ ഈ ഒരു സംഭവം എന്നുള്ള രീതിയിൽ ഈ നാട്ടുവിചാരത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ തീരുമാനിച്ച കാര്യങ്ങളായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് ലെവലുള്ള കുട്ടികൾക്ക് ഈ സെമിനാറിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. പത്രങ്ങളിലൊക്കെ അറിയിക്കുകയും ഒരുപാട് പേര് അതിൽ പങ്കെടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിട്ട് മാത്രമല്ല, ഈ നാട്ടുവിചാരം ഗോപി മാസ്റ്റർ സ്മരണ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു അവറുകളാണ്. രാവിലെ 10-ന് R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ MV നാരായണൻ മുഖ്യാതിഥിയാവും. വിദ്യാർത്ഥികളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗം സംബന്ധിച്ച് ശേഖരിച്ച മികച്ച കുറിപ്പുകൾക്ക് സമ്മാനം നൽകുമെന്ന് സംഘാടക സമിതി കൺവീനർ ഡോക്ടർ K. അജിത്, ഭാരവാഹികളായ മേജർ N. വാസുദേവൻ, രാജേഷ് അടയ്ക്കാപുത്തൂർ എന്നിവർ പറഞ്ഞു.
പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ദർശനയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചുള്ള സമീപന രേഖ മന്ത്രിക്കു കൈമാറുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളും പഞ്ചായത്ത് അംഗങ്ങളുമായ കെ പ്രേമ, KC ശങ്കരൻ എന്നിവർ പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന BRC സ്കൂളിലെ കുട്ടികൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ ഖാദി ബോർഡിന്റെ സഹായത്തോടെ നൽകിയ ചർക്കകളുടെ ഉദ്ഘാടനം ഒറ്റപ്പാലം MLA കെ പ്രേംകുമാർ നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ 5 കുട്ടികൾക്ക് പരിശീലനം നൽകിയതിനു ശേഷമാണ് 5 ചർക്കകൾ വിതരണം ചെയ്തത്. CCN കടമ്പഴിപ്പുറം. കോട്ടോപ്പാടം കുടുംബാരോഗ്യ കേന്ദ്രം സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് അമ്പലപ്പാറ ഇരട്ടവാരിയിൽ വെച്ച് സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ മൊബൈൽ ഒപ്താൽമിക് യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു ഉദ്ഘാടനം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഈ ക്യാമ്പിലൊന്ന് വരിക, ഈ ക്യാമ്പിൽ പങ്കെടുത്തവരെയൊക്കെ ഒന്ന് കാണാം, ഇതിന്റെ നടത്തിപ്പ് എത്രത്തോളം വിജയകരമായി ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് ഉള്ളതൊന്ന് വിലയിരുത്തുക എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. ഏതായിരുന്നാലും ഇന്ന് ഈ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ പഴയ രീതിയിലേക്ക് തിരിച്ചെത്താൻ കഴിയട്ടെ. വാർഡ് മെമ്പർ നൂറുൽ സലാം അധ്യക്ഷത വഹിച്ചു. ഒപ്താൽമിക് സർജൻ ഡോക്ടർ ഗീത ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കോട്ടോപ്പാടം കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സോഫിയ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ P വിനോദ്, ഹബീബത്ത്, ഓട്ടോമെട്രിസ്റ്റ് ഹാജിറ, MLSP P മഞ്ജുള എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാറയിൽ മുഹമ്മദ് അലി സംസാരിച്ചു. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകിയ ക്യാമ്പിൽ 100-ലധികം പേർ പങ്കെടുത്തു. CCN ചത്തല്ലൂർ. AP അസ്ലം ഹോളി ഖുറാൻ അവാർഡ് വിതരണവും ഖുറാൻ സമ്മേളനവും 23-24 തീയതികളിൽ വളവന്നൂരിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 23 വൈകുന്നേരം 4 അൻസാർ അറബിക് കോളേജ് ക്യാമ്പസിൽ പാണക്കാട് മുനവറലി ശാബ്ദങ്ങൾ ഖുറാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 24 ചൊവ്വാഴ്ച രാവിലെ 7 മുതൽ AP അസ്ലം ഹോളി ഖുറാൻ അവാർഡ് ഫൈനൽ മത്സരം ആരംഭിക്കും. കണ്ണൂർ, മഞ്ചേരി, എറണാകുളം, കൊല്ലം, ദുബായ്, റിയാദ് എന്നിവിടങ്ങളിൽ നടന്ന സോണൽ മത്സരങ്ങളിൽ വിജയിച്ച 17 പേരാണ് ഫൈനൽ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. വൈകുന്നേരം 4:30 നടക്കുന്ന അവാർഡ് ദാന സമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി V അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയാവും. ആശയങ്ങൾ കൂടി പരിശോധിക്കുന്ന രൂപത്തിലുള്ള ഒരു അവാർഡ് ആരംഭിച്ചുള്ള മത്സരം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ ദുർലഭമായി മാത്രം നടക്കുന്നതാണ് ഇത്തരത്തിലുള്ള മത്സരം. അപ്പോൾ ഈ ആശയം, ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഖുർആൻ പാരായണവും ഖുർആൻ ഹൃദയസ്ഥമാക്കലുമെല്ലാം പരിശീലിക്കുന്നതോടൊപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഖുർആൻ ആശയങ്ങൾ കൂടി ഖുർആന്റെ അകത്തെ കുറിച്ച് കൂടി പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും എല്ലാമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ശരിയായ AP അസ്ലം സാഹിബിന്റെ നാമധേയത്തിലുള്ള ഈ അവാർഡ് വഴി ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ AP അബ്ദുസമദ്, MM അക്ബർ, AP ഷംസുദ്ദീൻ മുഹിദ്ദീൻ, ഡോക്ടർ അൻവർ അമീർ ചേലാട്ട്, AP ആസാദ്, AP റാഷിദ് അസ്ലം എന്നിവർ സംബന്ധിച്ചു. CCN മലപ്പുറം. കടമ്പഴിപ്പുറം അഴിയന്നൂർ ചുണ്ടേക്കാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. 26 ആറാട്ടോടുകൂടി ഉത്സവത്തിന് സമാപനമാകും. ക്ഷേത്രം തന്ത്രി അണിമംഗലം നാരായണ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത്. ഉത്സവാഘോഷങ്ങളുടെ ഉദ്ഘാടനം K പ്രേംകുമാർ MLA നിർവഹിച്ചു. ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച നടപ്പന്തലിന്റെ സമർപ്പണം ക്ഷേത്രം തന്ത്രി നിർവഹിച്ചു. ഉത്സവത്തിന് എല്ലാ ദിവസവും രാവിലെ 6 മുതൽ പുരാണ പാരായണം ഉണ്ടായിരിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ ഭക്തി പ്രഭാഷണം, നൃത്തനൃത്യങ്ങൾ, നാടകം, ചാക്യാർകൂത്ത്, പരിചമുട്ടുകളി, യോഗ ഡാൻസ് എന്നിവ നടക്കും. 26-ന് 8 മണിക്ക് ആറാട്ട്, 9 മണിക്ക് പഞ്ചവാദ്യം, 11-ന് ആറാട്ടു സദ്യ, 7 മണിക്ക് സമാപന സമ്മേളനം എന്നിവ നടക്കും. CCN കടമ്പഴിപ്പുറം. മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ ഫുട്ബോൾ ചാമ്പ്യന്മാരെ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തുന്ന കാരാടൻ ലാൻഡ്സ് എലൈറ്റ് ഡിവിഷൻ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഞായറാഴ്ച തുടക്കമാവുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
22 മുതൽ 2025 ജനുവരി 5 വരെ മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. എല്ലാ ദിവസവും 2 മത്സരങ്ങൾ വീതം നടക്കും. ആദ്യ മത്സരം വൈകിട്ട് 4:30-നും രണ്ടാമത് മത്സരം 7 മണിക്കുമാണ് നടക്കുക. 7 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മത്സരം കാണാൻ പ്രത്യേകം സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്കും 10 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്കും പ്രവേശനം സൗജന്യമായിരിക്കും. ലീഗ് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ടീമിനെ വിജയിയായി പ്രഖ്യാപിക്കും. മത്സരങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ 22-ന് വൈകുന്നേരം 7-ന് നിർവഹിക്കും. പിന്നെയുള്ള ദിവസങ്ങളിലെല്ലാം 2 മാച്ച് 5 മണിക്കും 4:30ക്കും 7 മണിക്കും. അപ്പം മൊത്തം 7 ടീമുകളാണ് പങ്കെടുക്കുന്നത്. പ്രമുഖ ടീമുകൾ തന്നെയാണ് പങ്കെടുക്കുന്നത്. അതിൽ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസും ഈ വർഷത്തെ KPL ക്വാളിഫയിങ്ങിലെ ചാമ്പ്യൻസുമായിട്ടുള്ള EMA കോളേജ്, പ്രശസ്തമായ നമ്മുടെ അസിസ്റ്റന്റ് കമാൻഡറിന്റെ കോളേജ് ആയിട്ടുള്ള MES കോളേജ് മമ്പാട്, NSS കോളേജ് മഞ്ചേരി, അനേകം വർഷം ചാമ്പ്യൻസ് ആയിട്ടുള്ള വാസ്കോ റുക്കിലെ. വാർത്താ സമ്മേളനത്തിൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും മലപ്പുറം MSP അസിസ്റ്റന്റ് കമാൻഡറുമായ P. ഹബീബ് റഹ്മാൻ, DFA പ്രസിഡന്റ് ജലീൽ മയൂര, സെക്രട്ടറി ഡോക്ടർ PM സുധീർ കുമാർ, ട്രഷറർ നെയിം ചേറൂർ, മുജീബ് താനാളൂർ എന്നിവർ സംബന്ധിച്ചു. CCN മലപ്പുറം. മിൽമ മലപ്പുറം ഡയറിയുടെയും പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയുടെയും ഉദ്ഘാടനം ഡിസംബർ 24-ന് വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം ജില്ലയിലെ മൂർക്കനാട്ടെ മിൽമ ഡയറി ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി J. ചിഞ്ചുറാണി അധ്യക്ഷത വഹിക്കും. ഇന്നിവിടെ വന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. മലപ്പുറം ജില്ലയിലാണ് മിൽമയ്ക്ക് ഇതുവരെ ഒരു ഡയറി ഇല്ലാത്തൊരു ജില്ല മലപ്പുറം ജില്ലയാണ്. ബാക്കി മലബാറിലെ 6 ജില്ലകളെടുത്താൽ 5 ജില്ലകളിലും നമ്മൾ പാല് പ്രോസസ്സ് ചെയ്യുന്ന ഡയറികളുണ്ട്. സംസ്ഥാനം എടുത്താലും മറ്റെല്ലാ ജില്ലകളിലും ഓരോരുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ ആദ്യകാലത്ത് ഒരു ചില്ലിംഗ് പ്ലാന്റ് മാത്രമായിട്ടാണ് പ്രവർത്തിച്ചത് നിലമ്പൂർ. പക്ഷേ ചെറിയ ചില്ലിംഗ് പ്ലാന്റ് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് അത് നമ്മളൊരു 3 കൊല്ലം 4 കൊല്ലം മുമ്പ് അതങ്ങ് അടച്ചു. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് പാലക്കാട്ടു നിന്നും അതുപോലെ തന്നെ കോഴിക്കോട്ടു നിന്നുള്ള ഡയറികളാണ് ഇവിടുത്തെ ആവശ്യങ്ങളൊക്കെ മീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ മലപ്പുറത്ത് ഒരു ഡയറി ഇല്ല എന്ന ഒരു കാര്യത്തിലാണ് വളരെ കുറച്ച് മുമ്പ് തന്നെ മൂർക്കനാട്, നിങ്ങൾക്കറിയാവുന്നതാണ്, കൊപ്പത്തുനിന്ന് വളരെ അടുത്താണ്. മിൽമ ഡയറി വെയ്റ്റ്നർ വിപണനോദ്ഘാടനം KN ബാലഗോപാൽ നിർവഹിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യാതിഥിയായിരിക്കും. 131.3 കോടി ചിലവഴിച്ചാണ് മലപ്പുറം ഡയറിയുടെയും പാൽപ്പൊടി ഫാക്ടറിയുടെയും നിർമ്മാണം പൂർത്തിയാക്കിയത്. ക്ഷീരമേഖലയിൽ കേരളത്തിലെ സ്വകാര്യ പൊതുസഹകരണ രംഗത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ഏറ്റവും വലിയ പദ്ധതിയാണിത്. 10 മെട്രിക് ടൺ ഉത്പാദന ശേഷിയുള്ളതാണ് ആധുനിക സംവിധാനങ്ങളോടും സുരക്ഷയോടും കൂടിയുള്ള പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി. ആദരിക്കൽ, ലാപ്ടോപ്പ് വിതരണം, അവാർഡ് വിതരണം, പഠന സ്കോളർഷിപ്പ് വിതരണം, വാർഷിക ഗ്രാന്റ് വിതരണം, ISO സർട്ടിഫിക്കറ്റ് കൈമാറൽ, സെമിനാർ, അനുസ്മരണം എന്നിവ നടക്കും. ഉദ്ഘാടനം നടത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിൽ കണ്ടത് മലപ്പുറത്ത് നാളിതുവരെ ഇല്ലാത്ത ഒരു ഡയറിയുടെ മിൽമയുടെ ഒരു യൂണിറ്റ് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രൗഢതയോട് കൂടിയിട്ട് ഒരു ആഘോഷമാക്കിക്കൊണ്ട് നമ്മൾ നടപ്പിലാക്കണം എന്നാണ് നമ്മൾ മനസ്സിൽ കാണുന്നത്. അതുകൊണ്ടാണ് 22-ാം തീയതി വൈകുന്നേരം ഇതിൻ്റെ ഒരു എക്സിബിഷൻ അവിടെയുള്ള പ്രാദേശികവാസികൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റാവുന്ന ഒരു എക്സിബിഷനുണ്ട്. എക്സിബിഷനിലെ പ്രധാന ഒരു കൗതുകമെന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ തന്നെ ലഭ്യമായിട്ടുള്ള വിവിധ ഇനം പശുക്കൾ പ്രദർശനമുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാസർഗോഡ് കുള്ളൻ അതുപോലെ തന്നെ പല ഒരു പ്രത്യേക തരത്തിലുള്ള പശുക്കൾ, സാധാരണ നമ്മൾ കാണാത്ത ഹൈബ്രിഡ് അല്ലാത്ത പശുക്കളുടെ ഒരു പ്രദർശനമുണ്ട്. പിന്നെ നമ്മൾ ഈ ചെറുതലമുറയ്ക്ക് പരിചയമല്ലാത്ത കുറേ നമ്മളുടെ പരമ്പരാഗത വ്യവസായങ്ങളുണ്ട്, പറഞ്ഞാൽ പോലും അറിയാത്തത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു ആല, കൊല്ലൻ്റെ ആല, അങ്ങനെയാണ് പാലക്കാടൊക്കെ പറയുന്നത്, ഇവിടെ അത് തന്നെയല്ലേ പറയുന്നത്. ഈ ആലയെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ന് ആർക്കെങ്കിലും അറിയോ? കുട്ടികൾക്കൊന്നും അറിയില്ല. അതുപോലെ നമ്മൾ വസ്ത്രങ്ങളുടെ കാര്യം പറയണം, നെയ്ത്ത്, കൈത്തറി ഈ കണ്ട ആൾക്കാർ പലരും ഉണ്ടാവില്ല എന്ന് തുടങ്ങി കൊട്ട നെയ്ത്ത്, അങ്ങനെ തുടങ്ങി നമ്മളെ പരമ്പരാഗതമായിട്ടുള്ള ചില പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ഡിസ്പ്ലേയും അതൊരു സാമാന്യ ഒരു വിവരണത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് പുതുതലമുറയെ. അതും കൂടെ വെച്ചുകൊണ്ടൊരു എക്സിബിഷനുണ്ട്. പിന്നെ ഈ മേഖലയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ടെക്നിക്കൽ സെഷൻസ് 2 ദിവസങ്ങളിൽ ടെക്നിക്കൽ സെഷൻ വെച്ചു. അതിൽ നമ്മൾ കാണുന്ന ഒരു ലക്ഷ്യം വെക്കുന്നത്, വാർത്താ സമ്മേളനത്തിൽ മിൽമ ചെയർമാൻ KS മണി, മലബാർ മിൽമ മാനേജിംഗ് ഡയറക്ടർ KC ജെയിംസ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പെരിന്തൽമണ്ണ താലൂക്ക് തല അദാലത്തിൽ ലഭിച്ചത് 791 പരാതികൾ. പരാതിക്കാരെ നേരിട്ട് കണ്ട് 152 പരാതികൾ മന്ത്രിമാർ തീർപ്പാക്കി. അങ്ങാടിപ്പുറം കല്യാണി കല്യാണ മണ്ഡപത്തിൽ നടന്ന അദാലത്തിൽ MLA-മാരായ നജീബ് കാന്തപുരം, മഞ്ഞളാംകുഴി അലി എന്നിവരും പങ്കെടുത്തു. തച്ചനാട്ടുകര പഞ്ചായത്തിലെ ചോളോട് ഭാഗത്തെ ക്രഷർ ക്വാറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ശനിയാഴ്ച രാവിലെ പ്രതിഷേധക്കാർ ക്വാറിക്ക് മുന്നിലെത്തി വാഹനം തടഞ്ഞു. ക്വാറിയുടെ പ്രവർത്തനം മൂലം തകർന്നു കിടക്കുന്ന പോത്തുണ്ണിപ്പാറ ചോളോട് റോഡ് ഉടൻ നന്നാക്കണമെന്നാണ് ആവശ്യം. പാർട്ടി നടപടി നേരിട്ട PK ശശിയെ 2 പദവികളിൽ നിന്നുകൂടി നീക്കി. CITU ജില്ലാ പ്രസിഡന്റ്, ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിൽ നിന്നാണ് നീക്കിയത്. KTDC ചെയർമാൻ സ്ഥാനം സർക്കാർ തീരുമാനിക്കും. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.